ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ദൃശ്യവിസ്മയ പൊലിമയിൽ ഒരു വടക്കൻ വീരഗാഥ റീ റിലീസ് ട്രെയിലർ. ചിത്രം ഫെബ്രുവരി 7-ന് തിയേറ്ററുകളിലെത്തും. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകളിലൊന്നായ മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥയുടെ റീ റിലീസ് ട്രെയിലർ റിലീസ് ചെയ്തു. പുത്തൻ സാങ്കേതിക മികവിൽ ദൃശ്യവിസ്മയ പൊലിമയോടെയാണ് ട്രെയിലർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 7-ന് 4K ഡോൾബി അറ്റ്മോസിന്റെ അകമ്പടിയോടെ തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യും. എം.ടിയുടെയും ഹരിഹരന്റെയും മമ്മൂട്ടിയുടെയും സിനിമാ ജീവിതത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരഗാഥ 1989-ലാണ് റിലീസ് ചെയ്തത്. ചന്തുവായി തിളങ്ങിയ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം നേടിക്കൊടുത്തിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരനാണ് ചിത്രം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷമായിരുന്നു PV ഗംഗാധരന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ മക്കളായ ഷെനുക, ഷെഗ്ന, ഷെർക്ക എന്നിവർ ചേർന്ന് ആരംഭിച്ച S-Cube ഫിലിംസ് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. മാറ്റിനി നൗ ആണ് 4K അറ്റ്മോസിൽ ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, മാധവി, ബാലൻ K നായർ, ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. K രാമചന്ദ്രൻ ബാബു ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിനായി ബോംബെ രവി സംഗീതമൊരുക്കി. MS മണിയായിരുന്നു എഡിറ്റിംഗ്. ഫെബ്രുവരി 7-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. MT വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയായാണ് ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. PRO ഐശ്വര്യ രാജ്. അതേസമയം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. ഗൗതം വാസുദേവ് മേനോൻ ആയിരുന്നു സംവിധാനം. അദ്ദേഹത്തിന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഇത്. ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം. ചിത്രം ഫെബ്രുവരിയിൽ തിയേറ്ററിലെത്തും. ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി 1989-ൽ റിലീസ് ചെയ്ത ചിത്രം 35 വർഷങ്ങൾക്ക് ശേഷമാണ് റീ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. പ്രേക്ഷകർക്ക് ആവേശം പടർത്തി മറ്റൊരു ക്ലാസിക് ചിത്രം കൂടി റീ റിലീസിന് ഒരുങ്ങുകയാണ്. മലയാളത്തിലെ എവർഗ്രീൻ ചിത്രം ഒരു വടക്കൻ വീരഗാഥ ആണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത്. 4K ദൃശ്യമികവോടെയാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്യുന്നത്. 1989-ൽ റിലീസ് ചെയ്ത ചിത്രം 35 വർഷങ്ങൾക്ക് ശേഷമാണ് റീ റിലീസ് ചെയ്യുന്നത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രമെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. മികച്ച തിരക്കഥ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, മികച്ച വസ്ത്രാലങ്കാരം, P. കൃഷ്ണമൂർത്തി എന്നിങ്ങനെ ചിത്രത്തിന് ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 8 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മലയാളികളുടെ ഈ അഭിമാന ചിത്രം നേടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ആശംസാ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. മലയാള സിനിമയ്ക്കും വ്യക്തിപരമായി തനിക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥയെന്നും പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് 1989-ൽ റിലീസ് ചെയ്ത ഈ സിനിമ വീണ്ടും പുതിയ സാങ്കേതിക വിദ്യകളോടെ റിലീസ് ചെയ്യുകയാണെന്നും താരം പറഞ്ഞു. വടക്കൻ വീരഗാഥ 4K അറ്റ്മോസിൽ റിലീസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് PVG എന്നും തങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു. നേരത്തെ കണ്ടവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാനും പുതിയ കാഴ്ചക്കാർക്ക് പുതിയ കാഴ്ച ശബ്ദമിഴിവോടുകൂടി കാണാനും ചിത്രം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒരുക്കിയിരിക്കുകയാണെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. 3 വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി MTയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചന്തുവായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. മാധവിയായിരുന്നു ചിത്രത്തിൽ ഉണ്ണിയാർച്ചയായി എത്തിയത്. മമ്മൂട്ടിക്ക് പുറമെ ബാലൻ K നായർ, സുരേഷ് ഗോപി, മാധവി, ഗീത, ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. നേരത്തെ മമ്മൂട്ടി നായകനായ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രവും റീ റിലീസ് ചെയ്തിരുന്നു. മമ്മൂട്ടി നായകനായ ആവനാഴി, അമരം തുടങ്ങിയ ചിത്രങ്ങളും റിലീസിന് ഒരുങ്ങുകയാണ്. ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി 1989-ൽ റിലീസ് ചെയ്ത ചിത്രം 35 വർഷങ്ങൾക്ക് ശേഷമാണ് റീ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. പ്രേക്ഷകർക്ക് ആവേശം പടർത്തി മറ്റൊരു ക്ലാസിക് ചിത്രം കൂടി റീ റിലീസിന് ഒരുങ്ങുകയാണ്. മലയാളത്തിലെ എവർഗ്രീൻ ചിത്രം ഒരു വടക്കൻ വീരഗാഥ ആണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത്.
4K ദൃശ്യമികവോടെയാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്യുന്നത്. 1989 റിലീസ് ചെയ്ത ചിത്രം 35 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രമെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. മികച്ച തിരക്കഥ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, മികച്ച വസ്ത്രാലങ്കാരം, പി കൃഷ്ണമൂർത്തി എന്നിങ്ങനെ ചിത്രത്തിന് ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 8 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മലയാളികളുടെ ഈ അഭിമാന ചിത്രം നേടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ആശംസാ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. മലയാള സിനിമയ്ക്കും വ്യക്തിപരമായി തനിക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥയെന്നും പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് 1989 റിലീസ് ചെയ്ത ഈ സിനിമ വീണ്ടും പുതിയ സാങ്കേതിക വിദ്യകളോടെ റിലീസ് ചെയ്യുകയാണെന്നും താരം പറഞ്ഞു. വടക്കൻ വീരഗാഥ 4K അറ്റ്മോസിൽ റിലീസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് PVG എന്നും തങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു. നേരത്തെ കണ്ടവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാനും പുതിയ കാഴ്ചക്കാർക്ക് പുതിയ കാഴ്ച ശബ്ദമിഴിവോടുകൂടി കാണാനും ചിത്രം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒരുക്കിയിരിക്കുകയാണെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. 3 വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി MTയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചന്തുവായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. മാധവിയായിരുന്നു ചിത്രത്തിൽ ഉണ്ണിയാർച്ചയായി എത്തിയത്. മമ്മൂട്ടിക്ക് പുറമെ ബാലൻ K നായർ, സുരേഷ് ഗോപി, മാധവി, ഗീത, ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. നേരത്തെ മമ്മൂട്ടി നായകനായ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രവും റിലീസ് ചെയ്തിരുന്നു. മമ്മൂട്ടി നായകനായ ആവനാഴി, അമരം തുടങ്ങിയ ചിത്രങ്ങളും റിലീസിന് ഒരുങ്ങുകയാണ്.